ഹലോ ഫ്രണ്ട്സ്, +2 ഫിസിക്സ് ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ്റെ ഫിഗർ വരയ്ക്കാം. ആദ്യം ഒരു ഡൈപോൾ വരയ്ക്കുന്നു. ഡൈപോളിന് രണ്ട് ചാർജുകൾ +q -q. ഡൈപോളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ് O. ഡൈപോൾ സെൻറ്ററിൽ നിന്നും ഓരോ ചാർജിലേക്കുമുള്ള തുല്യ നീളം ദൂരം a എന്ന് നിങ്ങൾക്കറിയാം. ഡൈപോളിൻ്റെ ടോട്ടൽ ലെങ്ത് 2a ആണെന്നും അറിയാം. ഇനി ഈ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു p ക്യാപ്പ്. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. ഇനി ഈ കാണുന്ന ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനാദ്യം ആക്സിയൽ ലൈൻ എന്താണെന്ന് അറിയണം. ഇതാണ് ഡൈപോളിൻ്റെ ആക്സിസ്. അപ്പോൾ ആക്സിസിലൂടെ കടന്നു പോകുന്ന ലൈനെയാണ് എന്ത് പറയുക? ആക്സിയൽ ലൈൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതും സാധാരണ പോയിൻ്റില്ല, ആ പോയിൻ്റ് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലാണ് ഉള്ളത്. അപ്പോൾ പോയിൻ്റ് P മുതൽ ഡൈപോളിൻ്റെ സെൻറ്റർ വരെയുള്ള നീളം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് r ആണ്. ഓക്കെ, ഇവിടെ ആക്സിയൽ ലൈൻ ഡാഷ് ലൈൻ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. അത് -q ശേഷം വലത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഡെറിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ചെയ്യാം. ഇവിടെയുള്ള സാഹചര്യം ഇതാണ്. പോയിൻ്റ് Pയിൽ രണ്ട് ചാർജുകൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒന്ന് ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജ് കൊണ്ടും മറ്റേത് ഡൈപോളിൻ്റെ നെഗറ്റീവ് ചാർജ് കൊണ്ടും. എന്ന് പറഞ്ഞാൽ പോയിൻ്റ് Pയിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് പോയിൻ്റ് Pയിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഒന്നിലധികം സോഴ്സ് ചാർജുകൾ വന്നാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണും? അതിനേത് പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിലാലോചിക്കുക. അതെ, നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷനിലേക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഇട്ടേക്കാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളിത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒന്നിലധികം സോഴ്സ് ചാർജുകൾ വന്നാൽ ഓരോ ചാർജ് കാരണമുള്ള ഫീൽഡ് കണക്കാക്കുന്നു. അതിനുശേഷം അവയുടെ വെക്റ്റർ സമ്മ് എടുക്കുന്നു. നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ +q കാരണം പോയിൻ്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അത് എഴുതുന്നു. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു +q ചാർജ്. ഓക്കെ, നമ്മുടെ പോയിൻ്റ് Pയിലെ +q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ എഴുതാം. വെക്റ്റർ E +q. അങ്ങനെ എഴുതാൻ കാരണം +q ചാർജ് കാരണമുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ്. E +q = ഇക്വേഷനൊക്കെ നമുക്കറിയാം. 1/4πε0 q ഡിവൈഡഡ് ബൈ r - a the whole square. ഇവിടെ ദൂരമായിട്ട് ഡിനോമിനേറ്ററിൽ വരേണ്ടത് നമ്മുടെ പോയിൻ്റ് Pക്കും ചാർജ് +qനും ഇടയിലുള്ള ദൂരമാണ്. പക്ഷെ നമുക്ക് ആ ദൂരം തന്നിട്ടില്ല. എന്നാൽ നമുക്കറിയാവുന്നത് പോയിൻ്റ് P മുതൽ ഡൈപോളിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം r ആയിട്ടറിയാം. O മുതൽ ചാർജ് +q വരെയുള്ള നീളം അല്ലെങ്കിൽ ദൂരം a ആയിട്ടറിയാം. സ്വാഭാവികമായിട്ടും rൽ നിന്നും a കുറച്ച് കഴിഞ്ഞാൽ P മുതൽ +q വരെയുള്ള ദൂരം കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ r - a the whole square എന്ന് എഴുതിയത്. ഇനി ഒരു കാര്യം കൂടി പറയണം. ഈ കാണുന്ന ഈ +q എന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? അപ്പോൾ നമുക്കറിയാം പോയിൻ്റ് Pയിൽ നമ്മൾ വിളിക്കുന്ന ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്. ഇപ്പോഴത്തെ നമ്മുടെ സോഴ്സ് ചാർജും പോസിറ്റീവാണ്. സോ അവർക്കിടയിൽ അനുഭവപ്പെടാൻ പോകുന്ന ഒരു റിപ്പൾസീവ് ഫോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ പോയിൻ്റ് Pയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് E +q ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ അല്ലേ? ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ വെച്ചിരിക്കുന്ന ടെസ്റ്റ് ചാർജിനെ +q ചാർജ് റിപ്പല് ചെയ്ത് അകറ്റിക്കളയും. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളോട് ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇൻ ദ ഡയറക്ഷൻ P ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ചാർജ്
പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ പ്ലസ് ക്യൂവിനെ മറന്നിട്ട് മൈനസ് ക്യൂ ചാർജിനെ പരിഗണിക്കണം. സോ നെക്സ്റ്റ് ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക? അതെ, ഇ മൈനസ് ക്യൂ, വെക്റ്റർ ഇ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ദൂരം, നമ്മുടെ സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജ് ഇരിക്കുന്ന പോയിൻ്റ് പിയും തമ്മിലുള്ള ദൂരം. ശ്രദ്ധിക്കുക, പി മുതൽ ഒ വരെ ദൂരം ആർ എന്നറിയാം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൈനസ് ക്യൂ വരെയുള്ള ദൂരം എ എന്ന് പറയാം. അപ്പോൾ ആർ പ്ലസ് എ കൊടുത്തു കഴിഞ്ഞാൽ പി മുതൽ മൈനസ് ക്യൂ വരെയുള്ള നീളം കിട്ടും, അല്ലെങ്കിൽ ദൂരം കിട്ടും. അതുകൊണ്ട് നമുക്കവിടെ ഡിനോമിനേറ്ററിൽ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അടുത്ത കേസ് ഡയറക്ഷൻ. ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്, സോഴ്സ് ചാർജ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചാർജിനെ ഇത്തവണത്തെ സോഴ്സ് ചാർജ് അട്രാക്റ്റ് ചെയ്ത് അടുപ്പിച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് ഇ മൈനസ് ക്യൂ എന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ദിസ് ഇസ് ഇ മൈനസ് ക്യൂ, വെക്റ്റർ ഇ മൈനസ് ക്യൂ. ഇപ്പോഴാണ് നമ്മുടെ ഡയഗ്രാം കംപ്ലീറ്റ് ആയത്. പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഈ ഡയഗ്രാം അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആൻസർ ഷീറ്റിൽ എഴുതുക. എന്നതിന് ശേഷം ഡിറൈവ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആദ്യമേ മാർക്ക് ചെയ്യാത്തത് ഡിറൈവ് ചെയ്യുന്ന കൂട്ടത്തിൽ അതൊന്ന് കാണിച്ചു തരാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത കേസ്, ഇവിടെ കിട്ടിയ ഇ മൈനസ് ക്യൂവിൻ്റെ ഡയറക്ഷൻ ഡൈപോളിൻ്റെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ദിസ് വുഡ് ബി ഇൻ ദി മൈനസ് ഡയറക്ഷൻ ഓഫ് വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ പി ക്യാപ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, that is E is equal to, vector E is equal to E plus Q മൈനസ് ഇ മൈനസ് ക്യൂ. എന്തുകൊണ്ടാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ഥാനത്ത് പ്ലസിന് പകരം മൈനസ് ഇട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് ഫീൽഡുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണുക എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കാണുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി എന്തുകൊണ്ട് ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ എന്തുകൊണ്ട് തിരിച്ചെഴുതിയില്ല? ഇ മൈനസ് ക്യൂ മൈനസ് ഇ പ്ലസ് ക്യൂ എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, പി മുതൽ പ്ലസ് ക്യൂ വരെയുള്ള ദൂരം കുറവും പി മുതൽ മൈനസ് ക്യൂ വരെയുള്ള ദൂരം കൂടുതലുമാണ്. സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്ററിലാണ് ദൂരം നമ്മുടെ ഇക്വേഷനിലുള്ളത് കൊണ്ട് പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും കൂടുതൽ, മൈനസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്പം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സംഖ്യ ആൻസറായി കിട്ടാനും സെൻസിബിളായിട്ട് നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്കിനി ഓൾറെഡി ഇ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഒക്കെ നമുക്കറിയാം. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻസ് ഓൾറെഡി നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കുക, 1/4πε0 കോമൺ ആണ്, പുറത്തെടുക്കാം. ക്യൂ കോമൺ ആണ്, പുറത്തെടുക്കാം. അപ്പോൾ ഇക്വേഷൻ വീണ്ടും സിംപ്ലിഫൈഡ് ആവുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ മാത്രം ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി, മറ്റത് കോമൺ ആയിട്ട് പുറത്തെടുത്തതാണല്ലോ. സോ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ആദ്യം ഡിനോമിനേറ്റർ എങ്ങനെ വന്നു എന്ന് പറയാം. ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പോൾ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് മാറുന്നു. അവയുടെ സ്ക്വയർ ആയതുകൊണ്ട് ദ ഹോൾ സ്ക്വയർ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഈ ടേം കിട്ടി. ഇനി ഇതിൻ്റെ ഓരോ ടേമിനെയും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ എ മൈനസ് ബി എന്നുള്ള ഹോൾ സ്ക്വയർ വെച്ചും എക്സ്പാൻഡ് ചെയ്യുക. ദെൻ വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 2ra പ്ലസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് 2ra
പ്ലസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ടും സംശയം മാറുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. നമുക്കത് വിശദമായ എക്സ്പ്ലനേഷൻ പിന്നീട് തരാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. സോ വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 2RA പ്ലസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ പ്ലസ് 2RA മൈനസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ മൈനസ് കൊണ്ട് ആർ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൈനസ് 6 ആകുന്നു. ഈ മൈനസ് കൊണ്ട് മൈനസ് 2R മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് 2RA ആകുന്നു. ഈ മൈനസ് കൊണ്ട് പ്ലസ് എ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൈനസ് എ സ്ക്വയർ ആകുന്നു. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു പോസിറ്റീവ് ആർ സ്ക്വയർ നെഗറ്റീവ് ആർ സ്ക്വയർ ക്യാൻസൽ ആകുന്നു. ഒരു പോസിറ്റീവ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ ആകുന്നു. ശേഷിക്കുന്നത് ഒരു 2RA പ്ലസ് ഒരു 2RA ആണ്. അടുത്ത കേസിൽ സംഭവിക്കുന്നത് ഇവിടെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണ് കാണുക. നമ്മുടെ ഡൈപോളിൻ്റെ ഡയഗ്രത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ ഒന്ന് നോക്കുക. എ എന്ന് പറയുന്നത് ഡൈപോൾ സെൻറ്റർ മുതൽ ചാർജ് വരെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജ് വരെയുള്ള നീളമാണ്. എന്നാൽ ആർ എന്ന് പറയുന്നത് നമ്മൾ പരിഗണിച്ച ആക്സിയൽ പോയിൻറ്റും ഡൈപോൾ സെൻറ്ററും തമ്മിലുള്ള ദൂരമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൈപോൾ എന്താണെന്ന് വിശദീകരിക്കുന്ന മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതായത് ഡൈപോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2A എന്ന ഡൈപോൾ ലെങ്ത്ത്, A പ്ലസ് A 2A എന്ന ഡൈപോൾ ലെങ്ത്ത് തന്നെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ പകുതിയായ A എന്ന് പറയുമ്പോൾ അത് വീണ്ടും ചെറുതാണ്. ഓക്കെ, വളരെ ചെറിയൊരു വാല്യൂ. അത് ഏത് ടേമിനോടൊപ്പമാണ് ആൾജിബ്രയിൽ ഏർപ്പെടുന്നത്? ആർ എന്ന് പറയുന്ന താരതമ്യേന വളരെ വലിയ ഡൈപോളിൻ്റെ സെൻറ്റർ മുതൽ നമ്മൾ പരിഗണിച്ച ആക്സിയൽ പോയിൻ്റ് വരെയുള്ള വലിയ ഡിസ്റ്റൻസിനുമായിട്ടാണ് ആൾജിബ്രയ്ക്കായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ എ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആർ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ വളരെ വളരെ ചെറുതാണ്. സോ ആ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ എ സ്ക്വയറിൻ്റെ ടേം ക്യാൻസൽ ചെയ്യാം. കാരണം അത് വളരെ ചെറിയൊരു ടേമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴെ എഴുതുകയാണ്, സിൻസ് ആർ സ്ക്വയർ ഈസ് മച്ച് മച്ച് ലാർജർ ദാൻ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. നമ്മുടെ ആർ സ്ക്വയർ എ സ്ക്വയറിനെ സംബന്ധിച്ച് വളരെ വലുതായതുകൊണ്ട് എ സ്ക്വയറിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ നമ്മുടെ ടേം വീണ്ടും സിംപ്ലിഫൈഡ് ആകുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 4RA ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സംഭവിച്ചത്രയേ ഉള്ളൂ. ശേഷിക്കുന്ന 2RA പ്ലസ് 2RA 4RA ആയി. എ സ്ക്വയർ പോയി, പിന്നെയുള്ളത് ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. ഒരു സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോവുകയാണ്. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 4RA എന്ന ന്യൂമറേറ്റർ ടേമിന് ഞാൻ 2 ഇൻറ്റു 2RA എന്ന് എഴുതിയതിന് ശേഷം r⁴ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഇവിടെ ഒരു r⁴ ഉണ്ട്, മുകളിലൊരു r ഉണ്ട്, അത് ക്യാൻസൽ ചെയ്താൽ r³ എന്ന് കിട്ടും. അടുത്ത കേസിൽ ഇവിടെ ഒരു Q ഉണ്ട്, ഒരു 2 ഉണ്ട്, ഒരു A ഉണ്ട്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, ഡൈപോൾ മൊമെൻറ്റ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2A എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ 2-നെയും എയിനെയും ഈ Q-നെയും ചേർത്ത് P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു മോഡിഫിക്കേഷനാണ് അടുത്ത സ്റ്റെപ്പിൽ വരുത്താൻ പോകുന്നത്. സോ വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2P വെക്റ്റർ P ഡിവൈഡഡ് ബൈ r⁻3. ഇവിടെ ഒരു 2 ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടായിരുന്ന 4-നെ നമ്മൾ 2 ഇൻറ്റു 2 എന്ന് എഴുതി, അതിലൊരു 2 മാത്രമാണ് പിയുടെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നുള്ളൂ, ബാക്കിയുള്ള 2 അവിടെ ഉണ്ട്. സോ യു ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഈ ഡെറിവേഷൻ പലതവണ പരീക്ഷയ്ക്ക് പല രൂപത്തിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താഴെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുകയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം
പിന്നീട് നൽകുന്നതായിരിക്കും. അടുത്ത വീഡിയോ ക്ലാസ്സിൽ അടുത്ത ഡെറിവേഷനുമായിട്ട് കാണാം. നന്നായി പഠിക്കുക. താങ്ക്